ഒരാൾ വൈറ്റമിൻ ഡിക്ക് വേണ്ടി വെയിൽ കൊള്ളുകയാണെങ്കിൽ ഏത് സമയത്തെ വെയിലാണ് ഏറ്റവും നല്ലത്? രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വെയിലാണ് ഏറ്റവും നല്ലത്. കാരണം ഈ സമയത്താണ് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളിലെ UVB രശ്മികൾ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഈ വെയിലാണ് കൊള്ളേണ്ടത്. ഇനി എത്ര നേരം കൊള്ളണം? അത് അവരുടെ തൊലിയുടെ നിറത്തിനനുസരിച്ചിരിക്കും. വളരെ ഡാർക്ക് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 45-50 മിനിറ്റ് വരെ കൊള്ളണം. ഫെയർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് വരെ കൊള്ളണം. അതല്ല ഒരു ഇരുനിറമാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ടാൽ മതിയാകും. ഇനി എവിടെയാണ് വെയിൽ കൊള്ളിക്കേണ്ടത്? മുഴുവൻ ശരീരത്തും വെയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരാൾ തൻ്റെ മുഖം, കഴുത്ത്, 2 കൈകൾ മുട്ടുവരെയും 2 കാലുകൾ മുട്ടുവരെയും ഇത്രയും ഏരിയ എക്സ്പോസ് ചെയ്യുമ്പോൾ മുഴുവൻ സ്കിൻ ഏരിയയുടെ ഏകദേശം 35 മുതൽ 40% എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മേൽപ്പറഞ്ഞ സമയം അനുവദിച്ചത്ര നേരം പറയപ്പെട്ട ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി 5000 IU വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. ഒരു ദിവസം നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1000 IU വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. 5000 IU എന്ന് പറയുമ്പോൾ 5 ദിവസത്തേക്ക് മാത്രമേ ആയുള്ളൂ. ഇനി പുരുഷന്മാർ തൻ്റെ അപ്പർ ബോഡി കൂടി എക്സ്പോസ് ചെയ്യുകയാണ്, നെഞ്ചും ബാക്കും കൂടി എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 IU കൂടി ആഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ 5×3 8000 IU ഒരാഴ്ചത്തേക്ക് കിട്ടും. ഒരാഴ്ച അവധി എടുത്ത് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. വെയിൽ കൊള്ളുന്നത് വഴി വൈറ്റമിൻ ഡി തീരെ കുറവായ ഒരാൾക്ക് ഒരിക്കലും അത് നോർമൽസിലെത്താൻ സഹായിക്കില്ല. പക്ഷേ വൈറ്റമിൻ ഡി നോർമലായ ഒരാൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക.